നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി വ്യാപക കൃഷിനാശം. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് കൊടക്കാടിക്കാവ് പ്രദേശത്താണ് ഇന്നലെ രാത്രി കാട്ടാന ഇറങ്ങിയത്. പാട്ടത്തിനടുത്ത് കൃഷി നടത്തുന്ന രഘുനാഥ്, രാകേഷ് എന്നീ യുവകർഷകരുടെ ഓണത്തിന് വിളവെടുക്കേണ്ട ചങ്ങാലിക്കോടൻ നേന്ത്രവാഴകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണെന്ന് പ്രദേശവാസികളും വാർഡ് മെമ്പർ ശശികല സുബ്രഹ്മണ്യനും പറയുന്നു. കൃഷി ചെയ്ത് ജീവിതോപാധി കണ്ടെത്തുന്ന കർഷകർ ആശങ്കയിലാണ്. ഘട്ടം ഘട്ടമായി സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെ നടപ്പാക്കി വന്യമൃഗശല്യം ഒഴിവാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുവാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് വ്യക്തമാക്കി. കൃഷിയിടങ്ങളിലെത്തി നാശനഷ്ടങ്ങളുണ്ടാക്കുന്ന ആനകളെ ഉൾവനത്തിലേക്ക് തുരത്തുന്നതിനും വനാതിർത്തികൾ തകർത്ത് ജനവാസ മേഖലയിലെത്തുന്ന വന്യമൃഗങ്ങളെ തടയുന്നതിനും ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ബന്ധപ്പെട്ട അധികൃതർ ശക്തമാക്കണമെന്നും രാത്രികാലങ്ങളിലെ പ്രധാന പാതകളിൽ വഴിവിളക്കുകൾ ഇല്ലാത്തത് പരിഹരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ദിനംപ്രതി പലയിടങ്ങളിലായി വർദ്ധിച്ചുവരുന്ന കാട്ടാനശല്യം ജനങ്ങളിൽ ഏറെ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. CCTV ന്യൂസ്, തളി. യൂത്ത് കോൺഗ്രസിന്റെ യങ് ഇന്ത്യ ക്യാമ്പയിന്റെ ഭാഗമായി പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ ബൂത്ത് ലെവൽ ഭാരവാഹികളുടെ യോഗം ചേർന്നു. സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം യോഗം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നവ ഇന്ത്യക്കായി യുവശക്തി ക്യാമ്പയിന്റെ ഭാഗമായാണ് പട്ടാമ്പി നിയോജകമണ്ഡലത്തിലെ ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചത്. പട്ടാമ്പി ചിത്ര ഊട്ടൂത്തിൽ വെച്ചായിരുന്നു ലീഡേഴ്സ് മീറ്റ് നടന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം മീറ്റ് ഉദ്ഘാടനം ചെയ്തു. മുടക്കോഴി മലയാണ് കേട്ടിട്ടുണ്ടോ? മുടക്കോഴി മല, മുടക്കോഴി മലയുടെ പ്രത്യേകത അവിടെയാണ് TP ചന്ദ്രശേഖരനെ കൊന്നതിനു ശേഷം കൊലപാതകികളായ CPM നേതാക്കന്മാർ ഒളിവിൽ താമസിച്ചു. എന്തുകൊണ്ട് മുടക്കോഴി മലയിൽ ഒളിവിൽ താമസിച്ചു എന്ന് ചോദിച്ചാൽ പാർട്ടിക്ക് ഏറ്റവും സുരക്ഷിതമായ ഇടമാണ് മുടക്കോഴി. മറ്റൊരു പാർട്ടിക്കും പ്രവർത്തിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത, സ്വാധീനമില്ലാത്ത, വിശ്വസിക്കുവാൻ തന്നെ കഴിയാത്ത ഒരു പ്രദേശമാണ് മുടക്കോഴി മല. പ്രിയമുള്ളവരെ, ഈ യങ് ഇന്ത്യ ക്യാമ്പിൽ കടന്നു വരുമ്പോ ആ മുടക്കോഴി മലയിൽ നിന്നും ഒരു പ്രതിനിധി പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഈ ക്യാമ്പയിന്റെ ഒന്നാമത്തെ വിജയം. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിൽ അധ്യക്ഷനായിരുന്നു. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി റെനോ പി രാജൻ, മറ്റു നേതാക്കളായ വൈശാഖ്, KR നാരായണസ്വാമി, വൈശാഖ് ദർശൻ, ജനീഷ്, അനുതാജ്, OK ഫാറൂഖ്, മാത്യു K ജോൺ, C വിഷ്ണു, നോബിൾ, ആനന്ദ്, K ഉദയൻ, ഷമീം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കേരള കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇനി മാംസാഹാരവും വിളമ്പും. ആഴ്ചയിൽ 2 ദിവസമാണ് കലാമണ്ഡലം ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്കായുള്ള ഭക്ഷണത്തിൽ ചിക്കൻ ബിരിയാണി കൂടി ഉൾപ്പെടുത്തിയത്. കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥി യൂണിയന്റെ നിരന്തരമായ ആവശ്യപ്രകാരമാണ് കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥികൾക്കായുള്ള ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തിയത് എന്ന് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ പറഞ്ഞു. ചാലിശ്ശേരിയിൽ കായികരംഗത്ത് പ്രസിദ്ധമായ GCC ക്ലബിലെ ആദ്യകാല ഫുട്ബോൾ താരങ്ങൾ ഒത്തുചേർന്നത് അപൂർവ വിരുന്നായി. കോഴിക്കര ജാവ ടർഫിലാണ് പൂർവ്വ താരങ്ങൾ പ്രായത്തെ മറന്ന് ഒത്തുചേർന്നത്. മത്സരത്തിനു മുമ്പായി 1980കളിൽ ക്ലബ്ബ് രൂപീകരിച്ച ആദ്യകാല താരങ്ങളായ തമ്പി അരിമ്പൂർ, ബാലൻമാഷ്, MB നൂറുദ്ദീൻ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു. ക്ലബ് അംഗവും കേരള പോലീസ് ഫുട്ബോൾ ക്യാപ്റ്റനുമായ ശ്രീരാഗ് അമ്പാടി വിശിഷ്ടാതിഥിയായി. ഈപ്പൻ അരിമ്പൂർ, വിജി കൊള്ളന്നൂർ എന്നിവർ ടീം ക്യാപ്റ്റന്മാരായി. കളി തുടങ്ങി മിനിറ്റുകൾക്കകം ഇരു ടീമുകളും മികച്ച മുന്നേറ്റങ്ങൾ നടത്തി. നീണ്ട വർഷങ്ങൾക്കുശേഷം ബൂട്ടണിഞ്ഞ സജി ചെറുവത്തൂരിന്റെ ഗോൾ ആരവമുയർത്തി. ആദ്യകാല ഗോൾ കീപ്പർ വിജി കൊള്ളന്നൂർ, PC തോംസൺ, CV ഗിരീഷ്, അലി എന്നിവർ മികച്ച സേവുകൾ നടത്തി കഴിവ് തെളിയിച്ചു. 230ഓളം മെമ്പർമാരുള്ള ക്ലബിലെ പുതിയ തലമുറയിലെ കായിക താരങ്ങളും ആവേശം പകർന്നു. ഷൈബിൻ, റംഷാദ്, ജുനൈദ് എന്നിവർ കളി നിയന്ത്രിച്ചു. മത്സരത്തിനുശേഷം എല്ലാവരും ചേർന്ന് ഗ്രൂപ്പ് ഫോട്ടോയെടുത്ത് ബിരിയാണിയും കഴിച്ചാണ് മടങ്ങിയത്. തിങ്കളാഴ്ച പുലർച്ചെ നടക്കുന്ന യൂറോ കപ്പ് ഫൈനലും കോപ്പ അമേരിക്ക ഫൈനലും ക്ലബ് ഹൗസിലെ വലിയ സ്ക്രീനിൽ കാണുവാനും ക്ലബ്ബ് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. പരിപാടികൾക്ക് പ്രസിഡന്റ് റോബർട്ട് തമ്പി, സെക്രട്ടറി AM ഇക്ബാൽ, ട്രഷറർ TM ബഷീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി നേതൃത്വം നൽകി. CCTV ന്യൂസ്, തൃത്താല. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം.
വാട്സപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പട്ടാമ്പിയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിലെ യൂത്ത് വിംഗ് കമ്മിറ്റിയും ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പട്ടാമ്പി ചാപ്റ്ററും സംയുക്തമായാണ് സൗജന്യ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. പെരിന്തമണ്ണ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചായിരുന്നു ക്യാമ്പ്. പട്ടാമ്പി GMLP സ്കൂളിൽ നടന്ന ക്യാമ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾ എങ്ങനെ ബ്ലഡ് കൊടുക്കണമെന്നതിൻ്റെ മനോഭാവത്തിലുണ്ടായ വലിയൊരു മാറ്റം ഇതിൻ്റെ അടിസ്ഥാന ഘടകമാണ്. ഇന്ന് ഓരോ തുള്ളി രക്തവും അത് നൽകുന്ന ആളുകൾ വളരെ സന്തോഷത്തോടു കൂടി അത് നൽകാൻ പ്രത്യേകിച്ച് യുവാക്കൾ മുന്നോട്ട് വരുന്നു എന്നത് തന്നെ ഈ മേഖലയിലുള്ള അറിവിൻ്റെ ആഴത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ തുള്ളി രക്തത്തിൻ്റെയും വലുപ്പം, അതൊരു ജീവൻ്റെ വലുപ്പമാണ് എന്ന് പറയും. അതുപോലെ തന്നെയാണ് ഓരോ തുള്ളി രക്തവും അത് സംഭാവന ചെയ്യുന്ന ആളുകൾക്ക് അത് ഒരു തുള്ളി രക്തമാണ് എങ്കിൽ അത് സ്വീകരിക്കുന്ന ആളുകൾ, ആ സ്വീകരിക്കുന്ന അതിൻ്റെ ഗുണഭോക്താവിന് അവരുടെ ജീവൻ്റെ സ്വപ്നങ്ങൾക്ക് സമുദ്രത്തോളം വലുപ്പമുണ്ട്. അത്രയും മികച്ച ഒരു ജീവകാരുണ്യ പ്രവർത്തനം ഒരുപക്ഷെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഈ സമൂഹത്തിൽ വേറെ ഉണ്ടോ എന്നത് തന്നെയാണ്. JC പട്ടാമ്പി ചാപ്റ്റർ പ്രസിഡന്റ് അബ്ദുൾ റഫീഖ് അധ്യക്ഷനായിരുന്നു. യൂത്ത് വിംഗ് പ്രസിഡന്റ് സനു, സെക്രട്ടറി അബ്ദുൽ ഖാദർ, പ്രോഗ്രാം ഡയറക്ടർ ശാന്തിനി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് സെക്രട്ടറി സന്തോഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. നിരവധി പേർ ക്യാമ്പിലെത്തി രക്തം ദാനം ചെയ്തു. ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന്റെ പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനം പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന്റെ ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാതല പ്രവർത്തന പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. USS സ്കോളർഷിപ്പിന് മികച്ച വിജയം കണ്ടെത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പ്രതിഭാപോഷണ പരിപാടിയാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ. ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന കുട്ടികൾക്ക് 3 വർഷത്തോളം മികച്ച ക്ലാസുകൾ, പഠനയാത്രകൾ, ജില്ലാ സംസ്ഥാന ക്യാമ്പുകൾ, വായന വളർത്തുവാനുള്ള പുസ്തകം ലഭ്യമാക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരും. ഇപ്പോൾ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്നൊക്കെ പറയുമ്പോൾ എന്തോ മറ്റുള്ളവരിൽ നിന്ന് മാറ്റം ഉള്ള ആളുകളാണ് എന്നല്ല, നിങ്ങളുടെ ക്യൂരിയോസിറ്റി, അറിയാനുള്ള ക്യൂരിയോസിറ്റി, അതോടൊപ്പം തന്നെ നിങ്ങൾ കൊടുക്കുന്ന ഡെഡിക്കേഷനും ഹാർഡ് വർക്കും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അതിനെ അംഗീകരിക്കുകയും അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാനും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ മേഖലയിലും താല്പര്യം പ്രകടിപ്പിക്കുകയും നിരന്തരമായി അത് മുന്നോട്ട് കൊണ്ടുപോവുകയും മറ്റുള്ളവരുടെ നിർബന്ധമില്ലാതെ തന്നെ അത്തരത്തിൽ ചെയ്യുന്ന ആളുകൾക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അവരെ ഏറ്റവും മികച്ച രീതിയിൽ ആ ഓരോ മേഖലയിലും പെർഫോമൻസ് കാഴ്ചവെക്കാൻ തയ്യാറെടുപ്പിക്കുക എന്നതാണ്. 21ാം നൂറ്റാണ്ടിന്റെ വെല്ലുവിളികളെ മറികടക്കാനുള്ള വലിയ യത്നത്തിലാണ് നമ്മൾ. ആ വെല്ലുവിളികളെ മറികടക്കാൻ ചിലപ്പോൾ ഈ ലോകം, നമ്മൾ ജീവിക്കുന്ന ലോകം കൂടുതൽ മെച്ചപ്പെട്ട ലോകമാക്കി മാറ്റുന്നതിന് പങ്കുവഹിക്കാൻ നിങ്ങൾ ഓരോരുത്തരും. ചടങ്ങിൽ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ K. വിജയൻ അധ്യക്ഷനായിരുന്നു. പട്ടാമ്പി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ VP മനോജ്, ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ M. ലത, വൈഷ്ണവി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2000-2001 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഞായറാഴ്ച നടക്കും. സ്കൂളിൽ രാവിലെ 9 മണിക്ക് സംഗമം ആരംഭിക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2000-2001 SLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് നാളെ സ്കൂളിൽ വീണ്ടും ഒത്തുകൂടുന്നത്. 12 ഡിവിഷനുകളായി പഠനം പൂർത്തീകരിച്ച പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളുമാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നതെന്ന് സംഘാടകർ പട്ടാമ്പി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശിവകുമാർ പ്രസിഡന്റും ഷാബുദ്ദീൻ സെക്രട്ടറിയും വിനീത ട്രഷററുമായുള്ള 21 അംഗ സംഘാടക സമിതിയാണ് ഇതിനായി പ്രവർത്തിക്കുന്നത്. സൗഹൃദം എന്ന പേരിലാണ്
സംഗമം ഒരുക്കിയിരിക്കുന്നത്. അധ്യാപകരെ ആദരിക്കുന്നതുൾപ്പെടെയുള്ള പരിപാടികളും സംഗമത്തിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. ഈ വരുന്ന ജൂലൈ 14 ഞായറാഴ്ച, അതായത് നാളെ, ഞങ്ങൾ രാവിലെ 9 മണിക്ക് സ്കൂൾ അങ്കണത്തിൽ വെച്ച് ഒത്തുകൂടുകയാണ്. ഏകദേശം 12ഓളം അന്നുണ്ടായിരുന്ന ഡിവിഷൻസ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഏകദേശം 300ഓളം ആളുകളെയാണ് ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചത്. കൂടാതെ അവരുടെ കുടുംബാംഗങ്ങളും ഉണ്ടായിരിക്കും ഈ പരിപാടിയിൽ. ഇതിൻ്റെ നടത്തിപ്പിനായിട്ട് ഞങ്ങളൊരു 22 കമ്മിറ്റി അംഗങ്ങളുണ്ട്. ഇതിൽ പ്രസിഡൻ്റായിട്ടുള്ളത് ശിവകുമാറും, പിന്നെ അതേപോലെ തന്നെ സെക്രട്ടറി ആയിട്ട് ഷിഹാബുദ്ദീൻ, കൂടാതെ നമ്മുടെ ട്രഷറർ വിനീത, അങ്ങനെ അടങ്ങുന്ന 22 അംഗങ്ങളാണ് ഈ പരിപാടിയുടെ നെടും തൂണുകൾ. സംഗമത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്കൂളിൽ പുതുതായി ഉദ്ഘാടനം ചെയ്ത ക്ലാസ് മുറികളിലേക്ക് 12 സീലിംഗ് ഫാനുകളും നൽകുന്നുണ്ട്. ഈ ബാച്ചിന്റെ പുനഃസമാഗമത്തിനോട് അനുബന്ധിച്ച് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തേക്ക് 12ഓളം ഫാനുകളാണ് ഈ സൗഹൃദം എന്നുള്ള സമാഗമം കൊണ്ട് നമ്മൾ സ്കൂളിൽ സംഭാവന ചെയ്തിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ശിവകുമാർ, സെക്രട്ടറി ഷിഹാബുദ്ദീൻ, വിനീത എന്നിവർക്ക് പുറമെ വി സുജ, കെ രാജേഷ്, മറ്റു അംഗങ്ങളും പങ്കെടുത്തു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.